അപ്പ രാവിലെ എവിടേക്കോ പോവാ. പാല് മേടിക്കാനാ തോന്നുന്നു. ആഹാ, കഞ്ഞിവെള്ളാണല്ലോ. വേണ്ട വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലാന്ന് പറയുമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ചോദിച്ചതാ. ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ഇതാണ് ഞങ്ങളുടെ ജ്യൂസ്. കണ്ട ഫ്രഷ് ജ്യൂസും ജിഞ്ചർ ലെമണും ഒക്കെ കുടിക്കൂലേ? ഞാൻ കുടിക്കാറുണ്ട് കൂട്ടാ. നിങ്ങൾ മാത്രമല്ല. പിന്നെ എന്നാ കോൾഡ് കോഫി. പിന്നെ നമ്മൾ പരമ്പര ചെല്ലുമ്പോൾ ഞാൻ കുടിക്കുന്നത് ഐസ് ടീ. ഇങ്ങനെയൊക്കെയുള്ള, എനിക്ക് പിന്നെ പേരുകൾ അറിയില്ല. അങ്ങനെയുള്ള ജ്യൂസുകളൊക്കെ കുടിക്കുന്നത് പോലെയാണ് ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഉപ്പിട്ട ചെറു ചൂട് കഞ്ഞോളം കുടിക്കണം. അമ്മയുടെ എനർജി ഡ്രിങ്ക്. എന്റെ എനർജി ഡ്രിങ്ക് മാത്രമല്ല, ഞങ്ങളുടെ ഈ പ്രായത്തിലുള്ളവരെല്ലാവരും തന്നെ മിക്കവാറും ഒക്കെ ആൾക്കാരുടെ വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് അന്നത്തെ കാലഘട്ടം. ചൂട് കഞ്ഞിവെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ടോ? ഇത് കാണുമ്പോ കുടിക്കാൻ തോന്നുന്നുണ്ടോ? നല്ല കുത്തരി ചോറിന്റെ ചൂട് കഞ്ഞിവെള്ളം. നല്ല മഴ പെയ്യുന്ന സമയത്ത് ചൂടുള്ളത് എന്തും കുടിക്കാൻ ഒരാഗ്രഹം തോന്നും, ഉണ്ടാവും. പിന്നെ ഇത് പാലക്കാടൻ മട്ട റൈസിന്റെ ഇതാണ്. ഇപ്പൊ കൃഷിയൊന്നുമില്ലല്ലോ നമുക്കൊന്നും. പാടം ഉണ്ടെങ്കിലും കൃഷിയില്ല. കൃഷിയുള്ള കാലത്താണെങ്കിൽ നല്ല അതിക്കരാഴി അരിയുടെ കിട്ടുന്നത് നമ്മുടെ കൃഷി പാടത്ത് ഇറക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതൊക്കെ ഓർമ്മകളിൽ മാത്രം. അതെ, എന്റെ ഓർമ്മയിലൊന്നും ഇല്ല. ഒരു 25 അല്ല ഒരു 30 കൊല്ലത്തോളായിട്ട് കൃഷിയില്ല. ശരിയാ, നിന്റെ ഓർമ്മ. നീ ഓർക്കണുണ്ടോ ഇവിടെ കൊതി? ഇല്ല, എനിക്ക് ഓരോ ഓർമ്മയില്ല. ഞാൻ വന്നതിന് ശേഷം തന്നെ 2-3 പ്രാവശ്യം കൊയ്ത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പണിക്കാരില്ലാത്തതുകൊണ്ട് പതുക്കെ അങ്ങ് സ്റ്റോപ്പായി. ഇപ്പൊ പാടം, ഞങ്ങളുടെ ഏരിയയിലുള്ള പാടം മുഴുവൻ തരിശായി കിടക്കും കേട്ടോ. നമ്മൾ മാത്രം വിചാരിച്ച കൃഷി ഇറക്കാൻ പറ്റൂല. പറമ്പിൽ പണിയാൻ പോയിട്ട് വീട്ടുപണിക്ക് പോലും ആളില്ലാത്ത സമയമായില്ലേ ഇപ്പൊ. അപ്പൊ പിന്നെ പണിക്ക് ആളില്ല. പിന്നെ പാടം ഇങ്ങനെ നമുക്കൊരു മുതലായിട്ട് നമ്മുടെ കർണവന്മാര് തന്നേക്കണം, നമ്മൾ കാത്തു സൂക്ഷിക്കണം. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇപ്പൊ ഇച്ചിരി കുടിക്കട്ടെ. ഇത് കുടിച്ചാലേ ഇനി വർത്താനം പറയാനുള്ള എനർജി ഡ്രിങ്ക്. പക്ഷെ ഇച്ചിരി ചൂടധികം കേട്ടോ. അതാ ഞാൻ എനിക്കില്ലേ ഇങ്ങനെയുള്ള ചൂട് കഞ്ഞോളത്തിൽ ഉപ്പിട്ടേച്ചില്ലേ, ചെമ്മീൻ മാങ്ങയുടെ ചാറ്, മോരുകറിയുടെ ചാറ്, പിന്നെ വേറെ 2 കറിയുടെ ചാറ്, അത്രയും ചാറുകൾ ഒഴിക്കണം. മീനൊന്നും എനിക്ക് ഇഷ്ടം. ഇതിലേക്കോ? പിന്നെ ഉപ്പാങ്ങയുടെ ചാറ് ഇച്ചിരി ഒഴിച്ചു കഴിഞ്ഞാലില്ലേ, ഈ കഞ്ഞിയില് നമ്മൾ ഒഴിച്ച് കുടിക്കൂലേ, കഞ്ഞി കുടിക്കൂലേ, പനിയൊക്കെ വരുമ്പോ ഇങ്ങനെ ചാറുകൾ ഒഴിച്ച്. കഞ്ഞി അല്ലെങ്കിലും കുടിക്കൂട്ടോ. പനി വരുമ്പോഴല്ല കുടിക്കണത്. പനി വരുമ്പോ ഇങ്ങനെയുള്ള പുളിയുള്ള ചാറുകൾ ഒഴിച്ച് കഞ്ഞി തരൂല്ലേ, അതുപോലെയുള്ള ടേസ്റ്റ് നമുക്ക് കഞ്ഞോളത്തിന് കിട്ടും. ഇവിടുത്തെ തറവാട്ടിലെ ചേച്ചി ഇടയ്ക്ക് കഞ്ഞോളം കുടിക്കുമ്പോൾ അവിടെ വെല്ലുമിച്ചി ഉള്ളപ്പോൾ ചോദിക്കും, എന്നാ മേരിക്കുട്ടിന്ന് ചോദിക്കും, പറയും റൈസ് ഉപ്പാന്ന്. എനിക്കും കൊണ്ടുവരാൻ പറയും. വെല്ലുമിച്ചിക്ക് മമ്മി കൊടുക്കുമായിരുന്നത്. അപ്പൊ എനർജി ഡ്രിങ്ക് കുടിക്കുക. നിങ്ങളൊക്കെ നിങ്ങളുടെ എനർജി ഡ്രിങ്ക് കുടിച്ചോ? ചൂട് കൂടുതലാടി, ഭയങ്കര ചൂടാ. ഒന്ന് മറച്ചോണ്ട് വരാം. ഈ ചൂട് കൂടെ കുടിച്ചു കഴിഞ്ഞാലേ ഉരുങ്ങിപ്പോ. അപ്പക്ക് ഈ ചൂടൊന്ന് കൊടുത്തു നോക്കി. എപ്പോഴും പറയും ആവി വറക്കണ ചൂട് വേണമെന്ന്. ചൂട് ചായയും ചൂട് കാപ്പിയും ഇഷ്ടാ. പക്ഷെ ഇടതോരാത്ത മഴയത്ത് നല്ലതുമാണ്. എനിക്ക് ഒരുപാട് ചൂട് ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ അപ്പയ്ക്ക് കടും ചൂടുള്ള ചായ കൊണ്ട് എടുത്ത് വെക്കുവാണെങ്കിൽ അപ്പയില്ലേ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നോട് ഇതാണ് പറയുക കേട്ടോ. ഞാൻ ചായ ചൂടോടുകൂടി മറിക്കാതെ കൊടുത്ത് അപ്പൊ തൊണ്ട പൊള്ളിപ്പോയി. അത് അപ്പയ്ക്ക് ഇഷ്ടാ ചൂട് ചായ ഊതി ഊതി കുടിക്കണം എന്നാ പറയണേ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചൂടൊട്ടും ആറാതെ മറിക്കാതെ കൊണ്ടേ കൊടുത്തു. അത് ഇറാനി ചായ. എന്നിട്ട് അപ്പയുടെ തൊണ്ട പൊള്ളിപ്പോയി. എന്നിട്ട് എന്നോട് ലാസ്റ്റ് പറയാ, ചായ നല്ലതാ, ഇച്ചിരി ഒന്ന് മറിച്ചാ കുറച്ചുകൂടി നല്ലതാ. അത് ചൂട് എന്ന് പറഞ്ഞോളില്ലേ, ഒന്ന് ആക്കിയാൽ നല്ലതാ. ചൂടോടുകൂടി കുടിച്ചാലില്ലേ പൊള്ളി. നിങ്ങളോട് സംസാരിക്കാൻ ആളുണ്ടാവില്ല. ഇതൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. ഇപ്പൊ ചൂടാറി കാണും. കൊറേ വർത്താനം പറഞ്ഞില്ലേ. സ്ട്രോ വേണോ? സ്റ്റീൽ പാത്രത്തിലല്ലേ, എന്നാ കുഴപ്പമില്ല. ചൂടാറൂല. സ്ട്രോ വേണോ? വേണ്ട വേണ്ട. പിന്നെ സ്ട്രോ ഇട്ട് ചൂട് കഞ്ഞോളം കുടിക്കും. ഇപ്പൊ സ്റ്റീൽ സ്ട്രോ ഒക്കെ ഉണ്ട്. പേപ്പറൊക്കെ മാറി. എല്ലായിടത്തും ഉണ്ട്. ഞാൻ അങ്ങനെ സ്ട്രോ വെച്ച് കുടിക്കുന്ന സ്ഥലത്തൊന്നും ഇതുവരെ ഞാൻ ശരിക്കും അത് കഴിച്ചിട്ടില്ല. സ്റ്റീൽ സ്ട്രോ അങ്ങനെയുള്ള ഐറ്റം ഒന്നും ഇപ്പൊ കഴിക്കാറില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും. ഇപ്പോൾ ഒരു കഫേയിൽ തന്നെ കയറണം എന്നുണ്ടെങ്കിൽ 200-300 രൂപ വരും. ഒരു കേവപ്പെട്ട കഫേ, ക്യാപ്പുച്ചീനോ, കോൾഡ് കോഫി അങ്ങനെയൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും രൂപയൊക്കെ വരും. അത്രയും രൂപയൊന്നും മുടക്കി ഞാനിപ്പോൾ അങ്ങനെ ഇതൊന്നും കഴിക്കാറില്ല. 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം, നല്ലതാണ്. പിന്നെ എപ്പോഴും അത്
പ്രാക്ടീസ് ചെയ്യാൻ ടു മച്ച്. അതെ അതെ, അത് നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ മതിയല്ലോ. കോൾഡ് കോഫി എന്തോരം ഉണ്ടാക്കി കഴിച്ച, അതെ 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 അതെ. ഒരു രക്ഷയില്ലാത്ത അത്ര അധികം കഴിച്ചു. അയ്യോ നീ വേനക്ക് എന്തുമാത്രം പ്രാവശ്യമല്ലേ. ഒരു ദിവസം അയാണ്ട് 3 ഒക്കെ കഴിച്ചു. പക്ഷെ അത്രയൊന്നും കഴിക്കാൻ പാടില്ല. ഓവർ കഫീനും നമ്മൾ കഴിക്കരുത്. അങ്ങനെ പക്ഷെ നിവൃത്തിയില്ലാണ്ടാണ് അന്ന് വേനൽക്കാലത്ത് എന്തുമാത്രം കോൾഡ് കോഫിയൊക്കെ കഴിച്ചത്. ഇപ്പൊ എന്നാ കഴിക്കണത്? ഇപ്പൊ എന്നാന്ന് നമുക്കറിയില്ലേ? മറ്റേ കോഫി കൊക്കോ ഹോട്ട് ചോക്ലേറ്റ്, അതെ. കൊക്കോ പൗഡർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രിങ്കിങ് ചോക്ലേറ്റ്. ഒന്നെങ്കിൽ ഡ്രിങ്കിങ് ചോക്ലേറ്റ് 2 സ്പൂൺ ഇടുക. ഡ്രിങ്കിങ് ചോക്ലേറ്റിൽ ഓൾറെഡി മധുരം ഉള്ളതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ 2 സ്പൂൺ ഒന്നെങ്കിൽ അത് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ഡ്രിങ്കിങ് ചോക്ലേറ്റും 1 സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ഇടാം. അന്നേരം കൊക്കോ പൗഡർ അലിക്കാൻ ഇച്ചിരി താമസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പാല് തിളപ്പിക്കുമ്പോൾ തന്നെ അത് ഇട്ട് അലിപ്പിക്കണം. അല്ലെങ്കിൽ ആദ്യം ഇച്ചിരി വെള്ളത്തിൽ അലിപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് പാല് തിളപ്പിച്ചത് ഒഴിക്കേണ്ടി വരും. ഡ്രിങ്കിങ് ചോക്ലേറ്റ് മാത്രം ഇടുവാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് പെട്ടെന്ന് അലിക്കും. ആ അത് പെട്ടെന്ന് അലിക്കും. പറഞ്ഞപ്പോ ഇപ്പൊ അത് കുടിക്കാൻ തോന്നുന്നു. വെള്ളമല്ല പാല്. ഡ്രിങ്കിങ് ചോക്ലേറ്റ് എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഭയങ്കര ചൂടാണ്. അതാ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം. നല്ല ചൂടാ. ഞാനൊന്ന് മറിച്ചോണ്ട് വരാം. അമ്മ എന്നാ തേങ്ങാ വെള്ളം കുടിക്കാത്ത? അതങ്ങനെ ശീലിച്ചിട്ടില്ല. അതാണ് കുടിക്കാറ്.